ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണോ നാം? അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ള ശബ്ദം, ദൈവശബ്ദം കേൾക്കാൻ കഴിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യെശയ്യാ 30:21 കേൾക്കാം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൻ്റെ ശബ്ദത്തിനു വേണ്ടി നമ്മൾ കാതോർക്കണം. അപ്പോൾ ഒരു ബഹളത്തിനിടയിൽ ഈ സ്വർഗീയ ശബ്ദത്തിന് ചിലപ്പോൾ നമുക്ക് വില കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അനേകം ബഹളങ്ങൾക്കിടയിൽ അനേകം ശബ്ദങ്ങൾ നമ്മുടെ ഈ ചെവിയിലേക്ക് പതിക്കുമ്പോൾ, നമ്മുടെ ശ്രവണപടത്തിലേക്ക് നമ്മൾ വന്ന് പതിയുമ്പോൾ ഈ സ്വർഗീയ ശബ്ദത്തെ തിരിച്ചറിയാനും അതിനെ വിലമതിക്കാനും നമുക്ക് സാധിക്കട്ടെ. അവിടെ സ്വർഗം തരും നിർദ്ദേശങ്ങൾ, ഇതുവഴി പോമോനെ, മകളെ നീ ഈ വഴി യാത്ര ചെയ്യുക. വലത്തോട്ടോ ഇടത്തോട്ടോ എന്നുള്ള ജീവിതാനുഭവങ്ങൾ, കർത്താവെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു യാത്രയ്ക്കായി പോകുന്നു, ഒരു പ്രത്യേക തീരുമാനമെടുക്കാൻ പോകുന്നു. ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പകച്ചു നിൽക്കുക. ഈശോയെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ തിരിയുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നീ കാതോർക്കണം. ചുറ്റും നിൽക്കുന്ന അനേകർ നിന്നെ ഉപദേശിക്കാനുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ ആലോചനയ്ക്കും പരിമിതിയുണ്ടെന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ ശബ്ദം, സ്വർഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ തെറ്റില്ല, സ്വർഗത്തിൻ്റെ നിർദ്ദേശത്തിന് വിലമതിക്കുക. അതിന് നിന്നെ നയിക്കാൻ സാധിക്കും. ആമേൻ.